ഒരു കാല് തളർന്നുപോയി, പച്ചവെള്ളം പോലെയായി. പെട്ടെന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി. അവിടെ ഒരു 3 മാസത്തോളം കിടന്നു. അവിടുന്ന് ന്യൂറോളജി ഡോക്ടർമാരെല്ലാം നോക്കിയിട്ട് പറഞ്ഞു നട്ടലിനൊരു ഓപ്പറേഷൻ ചെയ്യാം, അല്ലെങ്കിൽ ചെയ്താൽ ഗ്യാരണ്ടി ഇല്ല. അതുകൊണ്ട് തന്നെ മെഡിസിൻ തന്നു വിട്ടു. മെഡിസിൻ ഉപയോഗിച്ച് നമ്മളത് വീണ്ടും വീണ്ടും മേടിച്ച് ഉപയോഗിക്കുമല്ലോ. ഒരു 3 മാസം ഉപയോഗിച്ച് കഴിഞ്ഞപ്പോഴേക്ക് വയറ് വീർത്ത് വരാൻ തുടങ്ങി, മൂത്രം പോകാത്ത വിഷയമായി. എനിക്ക് ഷുഗർ കയറി പിടിച്ചു, അതുപോലെ തന്നെ കൊളസ്ട്രോള്, അതുപോലെ പൈൽസിന്റെ വിഷയം, മൂത്രത്തിൽ പഴുപ്പ്, ഇയർ ബാലൻസ്, വണ്ടി ഓടിക്കാൻ പറ്റില്ല, ഇടയ്ക്കിടയ്ക്ക് നെഞ്ചുവേദന വരിക. അങ്ങനെ എപ്പം പനിയും ജലദോഷമായിട്ട് ആയി. അന്നേരത്തേക്ക് ഞാൻ വീട്ടിൽ കിടപ്പായി പോയി. 95 എന്ന ജ്യൂസ് എത്തിയപ്പോൾ അവർ പറയുന്നു ക്ഷീണം മാറാൻ വേണ്ടി നല്ലൊരു പ്രൊഡക്റ്റ് ആണ്. അന്നേരം ഞാൻ പറഞ്ഞു എന്നാ ഇത് തന്നേക്ക്. അപ്പോൾ ആ പ്രൊഡക്റ്റ് മേടിച്ചു. അതൊരു 15 ദിവസം ഉപയോഗിച്ച് കഴിഞ്ഞപ്പോൾ രാവിലെ എനിക്ക് എഴുന്നേക്കാൻ സാധിക്കുന്നുണ്ട്. അതേപോലെ രാവിലെ സംസാരിക്കില്ലായിരുന്നു, രാവിലെ സംസാരിക്കാൻ സാധിക്കുന്നുണ്ട്. അന്നേരം 3 മാസം തുടർച്ചയായിട്ട് മേടിച്ച് ഉപയോഗിച്ചു. എനിക്ക് ആ ബെൽറ്റ് ഊരി മാറ്റാൻ സാധിച്ചു. അതേപോലെ തന്നെ ആ ഒരു നടുവേദന ലക്ഷങ്ങൾ മുടക്കിയതാണ്. ആ നടുവേദന പിന്നെ ഇന്ന് വരെ എനിക്ക് അനുഭവപ്പെട്ടിട്ടില്ല. എന്റെ പേര് സുരേഷ് കുമാർ. ഞാൻ താമസിക്കുന്നത് വയനാട് ജില്ലയിൽ തൊണ്ടർനാട് പഞ്ചായത്ത് ചീപ്പാട് എന്ന് പറയുന്ന സ്ഥലത്താണ് താമസിക്കുന്നത്. ഇന്ന് 6 വർഷം കഴിഞ്ഞു ഈ ഒരു ഇൻഡസ്ട്രിയിലേക്ക് കടന്നു വന്നിട്ട്. എന്റെ കുടുംബം എന്ന് പറയുന്നത്, എന്റെ തറവാട് ഇവിടുന്ന് ഒരു 3 കിലോമീറ്റർ അപ്പുറയാണ്. ഞങ്ങൾ 5 മക്കളാണ്, 3 പെണ്ണും 2 ആണും. എനിക്കൊരു ചേച്ചിയുണ്ട്. പിന്നെ എന്റെ നേരെ ഇളയത് ഒരു അനിയത്തിയാണ്. അതേപോലെ തന്നെ അത് കഴിഞ്ഞ ഒരു അനിയനും അത് കഴിഞ്ഞ ഒരു അനിയത്തിയും. അങ്ങനെ ചെറുപ്പം മുതൽ പഠിക്കാൻ വളരെ ബാക്കോട്ടാണ്. പഠനം എന്ന് പറഞ്ഞാൽ അതൊരു വേണ്ട കാര്യമായിട്ട് നമുക്ക് തോന്നാതെ, സ്കൂളിൽ പോകാണ്ട് പകുതി ദിവസങ്ങളിൽ സ്കൂളിൽ പോകാണ്ട് ഇരുന്നു കൊണ്ട് അങ്ങനെ പഠിച്ചൊരു വ്യക്തിയാണ്. 8ാം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ളൂ. 8ാം ക്ലാസ്സിലും കാക്കൊല്ലം പഠിച്ചിട്ടുള്ളൂ. നമ്മുടെ വീടിന്റെ അടുത്ത് നിന്ന് ഒരു 1.5 കിലോമീറ്റർ അകലെയാണ് സ്കൂള്. പക്ഷെ പല ദിവസം സ്കൂൾ പിള്ളേരുടെ കൂടെ പോവുകയും അവിടെ എത്തില്ല, സ്കൂൾ വിടുമ്പോൾ അവരുടെ കൂടെ തിരിച്ചു വരുന്ന ഒരു അവസ്ഥയായിരുന്നു. എന്നെ സംബന്ധിച്ച് ചെറുപ്പത്തിലെ വലിയ സാമ്പത്തികമായിട്ട് വലിയ ഉയർച്ചയൊന്നും ഇല്ലെങ്കിലും അച്ഛന് ഒരു കടയുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ വലിയ സാമ്പത്തിക ബുദ്ധിമുട്ട് അങ്ങനെ അനുഭവപ്പെട്ടില്ല. നമുക്ക് അത്യാവശ്യം ചില്ലറ പൈസകളൊക്കെ എല്ലാവരുടെ അടുത്തും നല്ല ടൈറ്റ് ആയിരിക്കുമ്പോൾ കടയുള്ളതുകൊണ്ട് തന്നെ ചെറിയ ചെറിയ പൈസയൊക്കെ ഉണ്ട്. എന്നാൽ ചെറിയൊരു നമുക്കറിയാം ഓലമേഞ്ഞ ഒരു കടയായിരുന്നു അന്നത്തെ കാലത്തെ. അങ്ങനെ 8ാം ക്ലാസ് വരെ സ്കൂൾ പഠിത്തമെല്ലാം മുന്നോട്ട് കൊണ്ടുപോയി. അവിടുന്ന് നമുക്കിപ്പോ അറിയാം, നമ്മുടെ MS പ്രസാദ് സാർ എൻ്റെ അമ്മയുടെ അച്ഛന്റെ പെങ്ങടെ മോനാണ്. അപ്പോൾ അദ്ദേഹത്തിന്റെ അടുത്ത്, പൂതാടിയായിരുന്നു അദ്ദേഹം താമസം. അവിടെ ഹൈസ്കൂളിന്റെ അടുത്ത് ചെറിയൊരു കടയിട്ടു. അപ്പോ നമ്മുടെ സ്വന്തം ബിൽഡിംഗ് ആണ്. അവിടെ 3 ട്യൂഷൻ സെന്റർ, 8, 9, 10 ട്യൂഷൻ സെന്റർ ഉണ്ടായിരുന്നു. ഞാൻ അതിന് സൈഡിലായിട്ടൊരു ചെറിയ ഒരു സ്റ്റേഷനറി കട ഇട്ടു. അത് ഒരു വർഷത്തിന് മുകളിൽ അവിടെ കൊണ്ടുപോയി. അത് കഴിഞ്ഞപ്പോൾ എനിക്ക് വാഹനം ഓടിക്കണം, ഓട്ടോറിക്ഷ പഠിക്കണം എന്ന് ഭയങ്കര താല്പര്യമായിരുന്നു. അമ്മാവന്റെ അളിയന് ഓട്ടോറിക്ഷ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അത് പഠിക്കാൻ വേണ്ടി കച്ചവടം നിർത്തി. അങ്ങനെ കരണി എന്ന് പറയുന്ന ഒരു സ്ഥലത്തെത്തി. അവിടെ നിന്നുകൊണ്ട്, ആ വീട്ടിൽ നിന്നുകൊണ്ട് ഒരു വർഷത്തോളം ആ വീട്ടിൽ നിന്ന് ഓട്ടോറിക്ഷ പഠിച്ചെടുത്തു. അങ്ങനെ മീനങ്ങാടി ടൗണിൽ ഓടി. അത് കഴിഞ്ഞ് വന്ന് അവിടുന്ന് പോന്നു. അത് കഴിഞ്ഞ് എൻ്റെ നാട്ടിലെത്തി, അവിടെ കുറച്ച് ഓടി. പിന്നെ മാനന്തവാടി ടൗണില്, പുൽപ്പള്ളി, ബത്തേരി ടൗണില്, മാനന്തവാടിക്ക് നൈറ്റ് ഓടിയിട്ടുണ്ട്. അങ്ങനെ പിന്നെയും വീട്ടിന്റെ അടുത്തേക്ക് എന്നെ ഓട്ടോറിക്ഷയും കൊണ്ട് വന്നു. അങ്ങനെ ഓട്ടോറിക്ഷ, അന്ന് ഇവിടെ കാര്യമായിട്ട് ഓട്ടോറിക്ഷകളില്ല. അന്നേരം ഞാൻ ഈ ഓട്ടോറിക്ഷ ഓടിച്ച് തന്നെ വർക്ക്ഷോപ്പിലൊക്കെ ചെറിയ കൊണ്ടുപോയി വർക്ക്ഷോപ്പിൽ ഓട്ടോറിക്ഷന്റെ പണികളൊക്കെ പഠിച്ചു. അങ്ങനെ വണ്ടിക്കാരെല്ലാം കൂടെ പറഞ്ഞു ഇവിടെ ഒരു വർക്ക്ഷോപ്പ് ഇല്ല, ഇവിടെ പണി അറിയാവുന്ന ആരുമില്ല. അപ്പോൾ ഞങ്ങള് പറ്റുന്ന പണി എടുത്തു തന്നാൽ മതി, ഒരു വർക്ക്ഷോപ്പ് ഇടാൻ പറഞ്ഞു. അങ്ങനെ ഒരു വർക്ക്ഷോപ്പ് ഇട്ടു കോറോ ടൗണിൽ തന്നെ. ആ വർക്ക്ഷോപ്പ് അവിടെ ഒരു 5-6 വർഷം പോയപ്പോഴേക്ക് വലിയ രീതിയിൽ മാറ്റങ്ങൾ എനിക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റി. ഞാൻ എല്ലാം ആ വർക്ക്ഷോപ്പിൽ കൂട്ടിച്ചേർത്തു. ടയർ പഞ്ചർ കടയാക്കി മാറ്റി.
അതുപോലെ പെയർ പാർട്സ് ആക്കി മാറ്റി. അതുപോലെ തന്നെ നമുക്കറിയാം പുതിയ ടയറും അതേപോലെ തന്നെ ഓയിൽ കട, ഗ്രീസ്, അങ്ങനെയുള്ള എല്ലാ ഐറ്റംസും ആക്കി നല്ല രീതിയിൽ മുന്നോട്ട് പോയി. അവിടെ നിന്ന് ഞാൻ ഓരോ വാഹനങ്ങൾ എടുക്കാൻ തുടങ്ങി. അങ്ങനെ ചെറിയ ചെറിയ വാഹനങ്ങളൊക്കെ എടുത്ത് അങ്ങനെ കുറെ വാഹനങ്ങളായി, 12 വാഹനങ്ങളായി. പുതിയ ടിപ്പർ അടക്കം എടുത്തു. അന്നേരം തൊണ്ടർനാട് പഞ്ചായത്തിൽ എന്നെ സംബന്ധിച്ച് പറയുമ്പോൾ പുതിയ 1080 എന്ന് പറഞ്ഞ ഐച്ചറിന്റെ ടിപ്പർ ഞാനാണ് കൊണ്ടുവരുന്നത്. അവിടെ കോറി ഉണ്ടായിരുന്നു. അപ്പോൾ ആ കോറിയിൽ നമുക്ക് നല്ല പണിയായി, ട്രിപ്പുകളായി. അങ്ങനെ നല്ല രീതിയിൽ മുന്നോട്ട് പോയപ്പോൾ ഞാൻ ഇവിടെ അടുത്ത്, നമുക്കറിയാമെന്നറിയില്ല, യാബു എന്ന് പറഞ്ഞ ഒരു വ്യക്തിയുടെ ലീഡറാണ്. അപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു, സുരേട്ട ഒരു 10 സെന്റ് സ്ഥലം കൊടുക്കാനുണ്ട്, റോഡ് സൈഡിൽ തന്നെയാണ്, പറ്റുമെങ്കിൽ എടുത്തോന്ന് പറഞ്ഞു. അങ്ങനെ ആ ഒരു 10 സെന്റ് സ്ഥലം വാങ്ങി റോഡ് സൈഡില്. അപ്പോൾ അവിടുന്ന് വാടകയെല്ലാം ഒഴിവാക്കാൻ കാരണം ആ സ്ഥലം എടുത്ത് കുറച്ച് കഴിഞ്ഞപ്പോഴേക്ക് എനിക്ക് സുഖമില്ലാണ്ടായി, ചെറിയൊരു നടുവേദന വന്നു. ആ നടുവേദനയാണ് ഇന്ന് ഞാൻ ഈ ബിസിനസ്സിലേക്ക് എത്തിപ്പെട്ടത്. ആ നടുവേദന വന്നപ്പോൾ കുറെ അവിടെ വാടകയ്ക്കായിരുന്നു താമസിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ആ വാടക കൊടുക്കാനും പല രീതിയിലുള്ള ബുദ്ധിമുട്ട് വന്നു. അങ്ങനെ ഓരോരോ വാഹനങ്ങൾ എനിക്ക് അവിടെ നിന്ന് തന്നെ നഷ്ടപ്പെടാൻ തുടങ്ങി. കുറച്ച് വാഹനങ്ങളൊക്കെ പോയി. അത് കഴിഞ്ഞപ്പോൾ ഷോപ്പില് കുറച്ച് പണിക്കാരൊക്കെ ഉണ്ടായിരുന്നു, 5-6 പേര് എൻ്റെ കൂടെ സ്റ്റാഫായിട്ടുണ്ടായിരുന്നു. അവരെല്ലാം പണി നിർത്തി പോകാൻ തുടങ്ങി. അങ്ങനെ ഞാൻ ഈ സ്ഥലത്ത് ചെറിയൊരു ഷെഡൊക്കെ വെച്ച് കെട്ടി ഇവിടെ പതുക്കെ വർക്ക്ഷോപ്പ് ആരംഭിച്ചു. മരച്ചോട് എന്ന് പറയും, 1 കിലോമീറ്റർ ഇപ്പറയാണ് കോറത്തുനിന്ന്. അപ്പോൾ ആ വർക്ക്ഷോപ്പ് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ എന്നെ കൊണ്ട് കഴിയുന്നില്ല. കാരണം വെച്ചാൽ എനിക്ക് കാര്യമായിട്ട് പണിയൊന്നും എടുക്കാൻ പറ്റില്ല. അപ്പോൾ മോനെ 7 വയസ്സേ ഉള്ളൂ. മോനെ പതുക്കെ പണിയൊക്കെ പഠിപ്പിക്കാൻ തുടങ്ങി. ചേച്ചീന്റെ മോനെയും കൂടെ പണിയൊക്കെ പഠിപ്പിച്ച് പറ്റുന്ന പണികളൊക്കെ എടുത്ത് മുന്നോട്ട് പോകാൻ തുടങ്ങി. അപ്പോൾ അവിടെ വെച്ച് ഒരുപാട് ബുദ്ധിമുട്ടുകൾ വന്നു. പിന്നീട് എന്നുവെച്ചാൽ ഒരു നടുവേദന വന്നു. ഹക്കീം എന്ന് പറഞ്ഞ ഡോക്ടറെ ബൈത്തിരി കൊണ്ട് കാണിച്ചു. നല്ല ഡോക്ടറാണ്. അപ്പോൾ ഡോക്ടറിന് MRI എടുക്കണം. MRI എടുത്ത പറഞ്ഞു ഡിസ്ക് കംപ്ലൈന്റ് ഉണ്ട്, അതുകൊണ്ട് വെയിറ്റ് എടുക്കരുത്, വെയിറ്റ് എടുത്തു കഴിഞ്ഞാൽ ശരീരം തളർന്നു പോകുമെന്ന് പറഞ്ഞു. അങ്ങനെ 6 വർഷം ഡോക്ടറെ തന്നെ കാണിച്ച് ചികിത്സ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുമ്പോൾ എനിക്ക് രാത്രി കിടക്കുമ്പോൾ വരെ കുഴപ്പമില്ല, കിടന്നു കഴിഞ്ഞാൽ രാവിലെ എഴുന്നേറ്റ് വരാൻ വളരെ ബുദ്ധിമുട്ടാണ്. അങ്ങനെ രാവിലെ സംസാരിക്കാൻ ബുദ്ധിമുട്ടായി മാറി. അത് കഴിഞ്ഞ് ഒരു കാല് തളർന്നുപോയി, പച്ചവെള്ളം പോലെയായി. പെട്ടെന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി. അവിടെ ഒരു 3 മാസത്തോളം കിടന്നു. അവിടുന്ന് ന്യൂറോളജി ഡോക്ടർമാരെല്ലാം നോക്കിയിട്ട് പറഞ്ഞു നട്ടലിനൊരു ഓപ്പറേഷൻ ചെയ്യാം, അല്ലെങ്കിൽ ചെയ്താൽ ഗ്യാരണ്ടി ഇല്ല. അതുകൊണ്ട് തന്നെ മെഡിസിൻ തന്നു വിട്ടു. മെഡിസിൻ ഉപയോഗിച്ച് നമ്മളത് വീണ്ടും വീണ്ടും മേടിച്ച് ഉപയോഗിക്കുമല്ലോ. ഒരു 3 മാസം ഉപയോഗിച്ച് കഴിഞ്ഞപ്പോഴേക്ക് വയറ് വീർത്തു വരാൻ തുടങ്ങി, മൂത്രം പോകാത്ത വിഷയമായി. എനിക്ക് ഷുഗർ കയറി പിടിച്ചു. അതുപോലെ തന്നെ കൊളസ്ട്രോള്, അതുപോലെ പൈൽസിന്റെ വിഷയം, മൂത്രത്തിൽ പഴുപ്പ്, ഇയർ ബാലൻസ്, വണ്ടി ഓടിക്കാൻ പറ്റില്ല, ഇടയ്ക്കിടയ്ക്ക് നെഞ്ചുവേദന വരിക. അങ്ങനെ എപ്പം പനിയും ജലദോഷമായിട്ട് ആയി. അന്നേരത്തേക്ക് ഞാൻ വീട്ടിൽ കിടപ്പായി പോയി. ഒരു ജോലിയും ചെയ്യാൻ പറ്റാതെ ഒരുപാട് വൈദ്യന്മാരെ കാണിച്ചു. എല്ലാവരും പറഞ്ഞ റെസ്റ്റ് എടുക്കാനാണ് പറയുന്നത്. ഡോക്ടർമാരും പറയുന്നത് റെസ്റ്റ് എടുക്ക്. അതേപോലെ തന്നെ ഭക്ഷണങ്ങളൊന്നും കഴിക്കാൻ പറ്റാണ്ടായി. നമുക്കറിയാം ഗ്യാസിന്റെ വിഷയം, പൈൽസിന്റെ വിഷയം, ഇങ്ങനെയൊക്കെ വന്നുകൊണ്ട് ഇറച്ചി ഐറ്റംസും അതേപോലെ തന്നെ മുട്ട അങ്ങനെയുള്ള ഐറ്റംസ്, അതേപോലെ തന്നെ പയർ വർഗ്ഗങ്ങൾ കഴിക്കാൻ പറ്റാതായി. കപ്പ അങ്ങനെയുള്ള ഐറ്റംസ് ഒന്നും കഴിക്കാൻ പറ്റാണ്ടായി. അങ്ങനെ ഇരിക്കുന്ന ഒരു അവസരത്തിലാണ്, കാരണം വെച്ചാൽ പതുക്കെ എണീറ്റൊക്കെ പോകാം, പക്ഷെ പുറത്തൊക്കെ പോയാലും റോഡ് സൈഡിൽ തന്നെ വീടും ഷോപ്പും കൂടെ ഒന്നിച്ചാണ്. അതുകൊണ്ട് കുറച്ച് പുറത്തൊക്കെ ഇങ്ങനെ വണ്ടികളൊക്കെ കാണാൻ വേണ്ടി പോയി നിൽക്കും. അന്നേരം തന്നെ പിന്നെ അവിടുന്ന് കാൽ സ്റ്റക്കാവും, എടുത്തുകൊണ്ട് കിടത്തേണ്ട അവസ്ഥയാണ്. പാലക്കെട്ടിലാണ് കിടക്കുന്നത്. അങ്ങനെ ഇരിക്കുന്ന അവസരത്തിലാണ് എൻ്റെ അമ്മ വീട് പൂതാടിയാണ്. അവിടുന്ന് എൻ്റെ ഒരു സുഹൃത്ത് വരുന്നു. എന്നിട്ട് പുള്ളി കേണിച്ചിറ ഗുഡ്സ് ഡ്രൈവറാണ് സ്റ്റാൻഡിലെ. അപ്പോൾ ഒരു പ്രാവശ്യം വന്ന് എന്നെ കാണണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ എവിടെയോ കാണിക്കാൻ ഇങ്ങോട്ട് പോയാണ് ഡോക്ടറെ. അന്നേരം വൈഫ് പറഞ്ഞു ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞു. പിന്നെ ഞാൻ പറഞ്ഞു പുള്ളി പോയെന്ന് വെച്ചിട്ടാണ് ഞാൻ ഇവിടെ എത്തിയത്. അന്നേരം ഒരു പേസ്റ്റ് കൊടുത്തിട്ട് പോയി. അതേപോലെ തന്നെ കവചപ്രാശം കൊടുത്തായിരുന്നു. അപ്പൊ ഈ പേസ്റ്റ് എടുത്ത കാര്യം എന്നോട് പറഞ്ഞിട്ടുണ്ട്. കവചപ്രാശം എന്ന് പറഞ്ഞ ഒരു പ്രൊഡക്റ്റ് വാങ്ങിയത് എന്നോട് പറഞ്ഞിട്ടില്ല. അപ്പൊ ഞാനാണെങ്കിൽ 1500 രൂപ അടവുണ്ട് ഡെയിലി. ഈ ബിൽഡിംഗ് പണിത് ഞാനിവിടെ റോഡ് സൈഡിൽ ഒരു ബിൽഡിംഗ് എടുത്തായിരുന്നു, ഒരു 2300 സ്ക്വയർ ഫീറ്റില്. അതിനുശേഷമാണ് ഞാൻ മെഡിക്കൽ കോളേജൊക്കെ
ഈ ഒരു അഡ്മിറ്റ് ഒക്കെ ആയത്. അന്നേരം 1500 രൂപ അടവുള്ളത് കൊണ്ട് തന്നെ ഞാൻ എന്താക്കി, ഈ കാര്യമായിട്ടുള്ള വിലപ്പിടിപ്പുള്ള സാധനങ്ങളൊന്നും വാങ്ങില്ല. അന്നേരം കവചപ്രാശം എന്നെ കാണിക്കാണ്ട് വെച്ചു വൈഫ്. അത് കഴിഞ്ഞ് ഞാനൊരു ദിവസം അലമാര തുറക്കുമ്പോൾ അതിൽ കാണുകയാണ് 1275 അന്ന് കവചപ്രാശിന് ഇത്രയും വലിയൊരു ലേഖ്യം പകുതിയാക്കിയിട്ടുണ്ട്. അപ്പോൾ ഞാന് ഇതിന്റെ ഒരു ഫോട്ടോ ഒക്കെ എടുത്തു വെച്ച് ഞാൻ വൈഫിന്റെ വീട്ടിലേക്ക് അയച്ചു കൊടുത്തിട്ട് പറഞ്ഞു, എനിക്ക് സുഖമില്ല, അടവ് പോകുന്നില്ല, വണ്ടികളെല്ലാം വിറ്റുപോയി, അതേപോലെ തന്നെ ലോണിന്റെ കുടുംബശ്രീകളിൽ മൊത്തം ലോണാണ്, അതിന്റെ ഇടയ്ക്ക് ഇത്രയും പൈസ മുടക്കിയിട്ടുള്ള ലേഖ്യമാണ് ഇത്, എന്തിനാ കഴിക്കുന്നതെന്ന് അറിയില്ല, ഇത്രയും പൈസ മുടക്കിയുള്ള ലേഖ്യമാണ് കഴിക്കുന്നത് പറഞ്ഞ് ഞാൻ ചൂടായിരുന്നു. അപ്പോ അത് കഴിഞ്ഞിട്ട് വൈഫ് ഇങ്ങനെ പറഞ്ഞു, ഇങ്ങനെ സുരേട്ടൻ ഇങ്ങനെ പറയുന്നുണ്ട്, സുരേട്ടനെ വന്ന് കാണണം എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു ദിവസം രാത്രി 11 മണിക്കാണ് എന്റെ സുഹൃത്ത് സുധീഷ് കുമാർ സാറും നമ്മുടെ ഇന്ന് CTC റാങ്കിൽ നിൽക്കുന്ന നമ്മുടെ രാജേഷ് സാർ പൂതാടി, അറിയോന്നറിയില്ല, അവർ രണ്ടുപേരും കൂടെ കയറി വരുന്നത്. ഞാൻ കാര്യമായിട്ടൊന്നും ഒരു മൈൻഡ് ആക്കിയില്ല. കാരണം വെച്ചാൽ പ്രൊഡക്റ്റുകളൊക്കെ ഒരു ബ്രോഷർ എടുത്ത് വെച്ച് പരിചയപ്പെടുത്തി, ഞാൻ ശ്രദ്ധിച്ചില്ല, ഓടിച്ചോടിച്ച് പോകുന്നതാണ്. അപ്പോൾ 95 എന്ന ജ്യൂസ് എത്തിയപ്പോൾ, എന്റെ അസുഖങ്ങളൊന്നും കാര്യമായിട്ട് പറയില്ല, വൈഫ് സംസാരിച്ചിട്ടുണ്ടോന്ന് അറിയില്ല. അപ്പോൾ 95 എന്ന ജ്യൂസ് എത്തിയപ്പോൾ അവർ പറയുന്നു ക്ഷീണം മാറാൻ വേണ്ടി നല്ലൊരു പ്രൊഡക്റ്റ് ആണ്. അതേപോലെ തന്നെ നമ്മുടെ കോട്ടയത്ത് ബിന്ദു മേഡത്തിന്റെ അമ്മയ്ക്ക് ക്യാൻസർ ആയിരുന്നു, അവർക്ക് കൊടുത്തിട്ട് ഇപ്പൊ നല്ല ആശ്വാസമുണ്ട്. അന്നേരം ഞാൻ പറഞ്ഞു എന്നാ ഇത് തന്നേക്ക്, മോശമാക്കിയില്ല. അപ്പോൾ ആ പ്രൊഡക്റ്റ് മേടിച്ചു. അതൊരു 15 ദിവസം ഉപയോഗിച്ച് കഴിഞ്ഞപ്പോൾ രാവിലെ എനിക്ക് എഴുന്നേക്കാൻ സാധിക്കുന്നുണ്ട്. അതേപോലെ രാവിലെ സംസാരിക്കില്ലായിരുന്നു, രാവിലെ സംസാരിക്കാൻ സാധിക്കുന്നുണ്ട്. അന്നേരം 3 മാസം തുടർച്ചയായിട്ട് മേടിച്ച് ഉപയോഗിച്ചു. അപ്പോൾ 13.5 വർഷമായിട്ടിട്ട് ഡിസ്ക് കംപ്ലൈന്റ് ആണ്, ഇനി റെസ്റ്റ് എടുക്കണം, ഒരു ഭക്ഷണം കഴിക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് അവിടുന്ന് എനിക്ക് ആ ബെൽറ്റ് ഊരി മാറ്റാൻ സാധിച്ചു. അതേപോലെ തന്നെ ആ ഒരു നടുവേദന ലക്ഷങ്ങൾ മുടക്കിയതാണ്, ആ നടുവേദന പിന്നെ ഇന്ന് വരെ എനിക്ക് അനുഭവപ്പെട്ടിട്ടില്ല. ഒരു 5-6 മാസം, ഒരു 1.5 വർഷം ആകുമ്പോഴേക്ക് ഞാൻ അതുവരെ ചെക്കപ്പ് ചെയ്തില്ലായിരുന്നു, എനിക്ക് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. അങ്ങനെ ഒരു 1.5 വർഷം കഴിഞ്ഞപ്പോൾ കോവിഡ് വന്നു. 2021 ലിയോ ഹോസ്പിറ്റലിൽ പോയിട്ട് ഞാൻ അങ്ങോട്ട് പറഞ്ഞിട്ട് ഫുൾ ചെക്കപ്പ് ചെയ്തു, കൽപ്പറ്റ ലിയോ ഹോസ്പിറ്റലില്. അപ്പോൾ ഡോക്ടർ ചോദിച്ചു നിങ്ങൾ എന്താ കഴിക്കുന്നതെന്ന് ചോദിച്ചു. കാരണം വെച്ചാൽ നിങ്ങൾ ഒരു അസുഖം നിങ്ങളുടെ ശരീരത്തില്ല, ഒരു വിറ്റാമിൻ ടാബ്ലറ്റ് പോലും നിങ്ങൾക്ക് എഴുതാൻ ഇല്ല എന്ന് പറഞ്ഞു. അപ്പോൾ അന്നു മുതൽ വളരെ ആവേശത്തിലാണ്, എല്ലാ ഭക്ഷണങ്ങളും കഴിക്കും. അതേപോലെ തന്നെ 6 വർഷത്തോളം ആകുന്നു, പ്രളയം വന്നു, നിപ്പ വന്നു, കോവിഡ് വന്നു, പല പ്രതിസന്ധി ഘട്ടങ്ങളിലും നമ്മളിലൂടെ കടന്നുപോയി. ഇതിന്റെ ആവേശം തന്നെ കോവിഡിന്റെ സമയത്തെല്ലാം വർക്കായിരുന്നു. ഒരു ദിവസം പോലും വീട്ടിലിരിക്കാണ്ട് നമ്മൾ ടാഗ് ഒക്കെ ഇട്ടിട്ട് വർക്കിലായിരുന്നു. അപ്പോൾ ഈ ഒരു 5.5-6 വർഷം കടന്നു പോകുമ്പോൾ എന്നെ അത്ഭുതപ്പെടുത്തുന്നു, എനിക്കുള്ള ആവേശവും ഒരു ഇംഗ്ലീഷ് ടാബ്ലറ്റ് പോലും, ഒരു പാരസെറ്റമോൾ പോലും ഉപയോഗിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് പോയിട്ടില്ല. ഒരു ജലദോഷ പനിയോ ഒരു കോവിഡ് ഒന്നും ഈ ഒരു 5.5 വർഷത്തിന് മുകളിലായിട്ട് എന്റെ ടീമിലുള്ള എല്ലാവർക്കും അറിയാം, ഞാൻ എല്ലായിടത്തും പറയാറുണ്ട്, ഒരു സംഭവങ്ങളും വന്നിട്ടില്ല. അന്നത്തെ എന്റെ കോലം എന്ന് പറഞ്ഞാൽ ഒരു വല്ലാത്തൊരു അവസ്ഥയിലായിരുന്നു. ഇപ്പോൾ എന്നെ കാണുമ്പോൾ തന്നെ എനിക്ക് ഭയങ്കര ഒരു ആവേശമാണ്. ഞാൻ എന്റെ ഫോട്ടോയാണ് എപ്പോഴും എടുത്തു നോക്കുക. ആ ഒരു രീതിയിലേക്ക് നമ്മളെ എത്തിച്ചത് നമ്മുടെ പ്രൊഡക്റ്റ് ആണ്. പക്ഷെ ഇവിടെ വളരെയധികം പ്രത്യേകതയുള്ള കാര്യമാണ്, എനിക്ക് 93 ഉപയോഗിച്ചു, ആ പ്രൊഡക്റ്റ് റിസൾട്ട് കിട്ടിക്കൊണ്ട് തന്നെ ഏതൊരു പ്രൊഡക്റ്റ് കമ്പനി ഇറക്കിയാലും അത് ഞാൻ ആദ്യം വാങ്ങും, ഔട്ട്ലെറ്റിൽ ആദ്യം എത്തും, അത് ഞാൻ ആദ്യം വാങ്ങും, അത് ഞാൻ ഉപയോഗിച്ചതിന് ശേഷം മാത്രമേ മറ്റുള്ളവർക്ക് റെക്കമെൻഡ് ചെയ്യാറുള്ളൂ. അതെന്റെ പ്രൊഡക്റ്റിന്റെ ആവേശമാണ്. അത് എടുക്കുമ്പോഴും ഞാൻ എന്താക്കുക, കൂടുതൽ എടുത്ത് സ്റ്റോക്ക് വെക്കും, എന്നിട്ട് ഞാനായിരിക്കും ഏറ്റവും കൂടുതൽ കൊടുക്കുന്നതും. അങ്ങനെ നമുക്കറിയാം, ഞാനിവിടെ സ്റ്റാർട്ട് ചെയ്തപ്പോൾ നമുക്കിവിടെ പ്രൊഡക്റ്റുകൾ കിട്ടണമെങ്കിൽ ഇവിടെ ഔട്ട്ലെറ്റുകളില്ല. അപ്പോൾ മൈസൂർ പോയിട്ട് പ്രൊഡക്റ്റ് മൈസൂർ നിന്നാണ് എടുക്കുന്നത്. അപ്പോൾ ഒരു 25,000 രൂപ റെഡിയാക്കി, അന്ന് എടുക്കുന്ന എങ്ങനെയാ, ഓർഡർ ഫോം എഴുതുന്നത് എങ്ങനെയാ ഒന്നും അറിയില്ല. നമ്മുടെ രാജേഷ് സാറ് എന്നെ കൊണ്ടുവന്നത്, എന്റെ സുഹൃത്ത് സുധീഷ് സാർ എന്ന് പറയും,
അപ്പോൾ അദ്ദേഹത്തിന്റെ കൂടെ മൈസൂർ പോയി. നമുക്കറിയാം 9 മണിയാകുമ്പോഴേക്ക് ചെക്ക് പോസ്റ്റ് കിടക്കണം. രാവിലെ അവിടെ പോയി ഓർഡർ ഫോം ഒക്കെ എഴുതി, അവിടെ ഭയങ്കര തിരക്കായിരിക്കും. രാത്രിയായി 9 മണിക്കുള്ളിൽ കടന്നില്ലെങ്കിൽ വയനാട്ടിലേക്ക് വരാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ പ്രൊഡക്റ്റ് എടുത്തുകൊണ്ട് വന്ന് അങ്ങനെ പിറ്റത്തെ പ്രാവശ്യം കുറച്ച് പ്രൊഡക്റ്റ് സ്റ്റോക്ക് കൂട്ടി. കാരണം എന്ന് വെച്ചാൽ ഈ പ്രൊഡക്റ്റ് 25,000 പ്രൊഡക്റ്റ് എടുത്ത് വരുമ്പോൾ നമ്മൾക്ക് നമ്മുടെ ടീമിന് കൊടുക്കാൻ ഒന്നുമില്ല. വീട്ടിൽ വന്ന് പ്രൊഡക്റ്റുകൾ എടുത്തു പോകും. അപ്പൊ ടീമിന് കൊടുക്കാൻ പ്രൊഡക്റ്റ്, ഞാൻ എടുത്തു വരുന്ന പ്രൊഡക്റ്റ് അല്ല അവർ ആവശ്യപ്പെടുക. അപ്പോൾ എന്റെ ഈ മാറ്റങ്ങൾ കണ്ട് ഞാനൊന്ന് പതുക്കെ ഉഷാറായി വന്നപ്പോൾ വൈഫ് പറഞ്ഞു, നമുക്ക് പ്രൊഡക്റ്റുകൾ വാങ്ങി ഉപയോഗിക്കാം, നമുക്ക് വർഷം ജോലി തന്നെ ചെയ്യാന്ന്. അപ്പോൾ അതിന്റെ ഇടയ്ക്ക് എനിക്കൊരു അവസരം ഉണ്ടായി. RTP പ്രോഗ്രാം അറ്റൻഡ് ചെയ്യണമെങ്കിൽ അന്ന് കുറച്ച് നിബന്ധനകളൊക്കെ ഉണ്ട്. അപ്പോൾ എനിക്ക് RTP പ്രോഗ്രാം അറ്റൻഡ് ചെയ്യാനായിട്ടില്ല. ഞാൻ പ്രൊഡക്റ്റ് ഉപയോഗിച്ചിട്ട് മാത്രമേ ഉള്ളൂ. അപ്പോൾ എന്റെ അപ്ലൈ ലീഡർ ഉണ്ട്, വിനോദ് കുമാർ സാർ എന്ന് പറയും, RTC ലീഡറാണ്. അദ്ദേഹത്തിന്റെ അച്ഛൻ മരണപ്പെട്ടിട്ട്, അന്നാണ് മരണപ്പെട്ടത്. RTP പ്രോഗ്രാം പോകേണ്ട ദിവസത്തിന്റെ അന്ന് രാവിലെ മരണപ്പെട്ടു. രാത്രി ഇവിടുന്ന് പോകണം RTPക്ക് വൈകുന്നേരം ആകുമ്പോൾ. അപ്പോൾ എനിക്കൊരു വിളി വന്നു, ഇങ്ങനെ സുധീഷ് സാർ അച്ഛൻ മരണപ്പെട്ടു. അന്നേരം ഞാൻ ആ വീട്ടിൽ പോയി. അപ്പോൾ അത് കഴിഞ്ഞ് ഞാൻ വീട്ടിൽ അളിയന്റെ പെരേക്കൂടലാണെന്ന്, വൈഫിന്റെ വീട്ടിലെ. അപ്പോൾ അതിന് പങ്കെടുത്തോണ്ടിരിക്കുമ്പോൾ അവിടെ രാത്രിയാണ് ഫംഗ്ഷൻ. അന്നേരം കൊണ്ട് വൈകുന്നേരം ആകുമ്പോൾ വിളി വരുന്നു, സുധീഷ് കുമാർ സാറിന്റെ അച്ഛൻ മരണപ്പെട്ടുകൊണ്ട് ആ ഗ്യാപ്പിലേക്ക് ആ വേക്കൻസി ഉണ്ട്, സാറിന് ആണ് ഞങ്ങൾ സെലക്ട് ചെയ്തവിടെ. അപ്പോൾ സാറിന് വരാൻ പറ്റുമെന്ന് വെച്ചു. അന്നേരം ഞാന് വൈഫിന്റെ വീട്ടിൽ പറഞ്ഞു, ഇങ്ങനെ എമർജൻസി എനിക്ക് കിട്ടിയതാണ്. അപ്പൊ നമുക്ക് ഇതിലൊരു ത്രില്ലും ഉണ്ടല്ലോ, ഈ അസുഖങ്ങൾ മാറിക്കൊണ്ട് ഭയങ്കര ആവശ്യമുണ്ടോ. അപ്പോൾ ഞാൻ RTP പ്രോഗ്രാം പങ്കെടുത്തു. RTP പ്രോഗ്രാമില് ചെന്ന് ഒരു ദിവസത്തെ സെക്ഷൻ കഴിഞ്ഞു. പിറ്റേ ദിവസം നമ്മുടെ MS പ്രസാദ് സാറാണ് വരുന്നത്. GTC റാങ്കിൽ നിൽക്കുന്ന MS പ്രസാദ് സാറ് വന്നു. അപ്പോൾ അദ്ദേഹത്തിനെ ഞാൻ കുറെ കാലമായിട്ട് അങ്ങനെ കാണാറില്ല. അവിടെ വെച്ചിട്ട് കാണുകയാണ്. കോട്ടൊക്കെ ഇട്ട് വന്നുകൊണ്ട് ഒരു സ്പീച്ചാണ്. ഞാൻ നോക്കി ശ്രദ്ധിച്ചിരുന്നു. ആ ഒരു സ്പീച്ച് കഴിഞ്ഞിട്ട് അദ്ദേഹം ഇറങ്ങി വന്നിട്ട് എന്നോട് പറഞ്ഞു, ഭക്ഷണം കഴിക്കാനുള്ള സമയമായിരുന്നു. അന്നേരം എന്റെ തോളത്ത് കൈയിട്ട് പറഞ്ഞു, എങ്ങനെയുണ്ട് സുരേഷേ, എന്തെല്ലാം ഉണ്ട് പ്രൊഡക്റ്റ്? ഞാൻ പറഞ്ഞു, പ്രൊഡക്റ്റ് ഉപയോഗിച്ചിട്ട് അപാര റിസൾട്ട് ആണ്, അതുകൊണ്ടാണ് ഞാൻ പ്രോഗ്രാമിന് വന്നത്. അപ്പൊ പറഞ്ഞു, നീ വീണ്ടും വാഹനങ്ങൾ കയർ അടിക്കാറുണ്ട്, പെയിന്റ് അടിക്കുന്നുണ്ട്, അതുപോലെ തന്നെ പല ജോലികളുമുണ്ട് അവിടെ. അതുകൊണ്ട് ആ മേഖലയിലേക്ക് പോയാൽ ശ്വാസം മുട്ടലോ വലിവോ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ വരും. നീ ഇതൊരു ടീം വർക്കാണ്, നല്ല പ്രൊഡക്റ്റ് ആണ്, നമുക്കൊരു ടീമായിട്ട് വർക്ക് ചെയ്യാം. ഇതിൽ വർക്ക് ചെയ്താൽ നീ ഒരിക്കലും പരാജയപ്പെടില്ല. നല്ല ആരോഗ്യം ഉണ്ടാക്കാം, സമ്പത്തും ഉണ്ടാക്കാം, അതുപോലെ സ്വാതന്ത്ര്യം ഉണ്ടാകും. ഇപ്പൊ നമ്മളെ കാണുന്നില്ലേ എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് RTP പ്രോഗ്രാം അറിയാലോ, പങ്കെടുത്തവരുണ്ടാവും, അത് വേറെ ലെവലാണ്. ആ പ്രോഗ്രാം അറ്റൻഡ് ചെയ്ത് വന്നപ്പോൾ ഞാൻ അവിടെ നിന്ന് കേട്ട വാക്ക്, പുള്ളി എന്നോട് ഒരു കുത്തുന്ന കാര്യങ്ങൾ പറഞ്ഞു, അല്ലെങ്കിൽ വല്ല ക്യാൻസറും വന്നാൽ ബുദ്ധിമുട്ടാകും. അപ്പോൾ ഞാൻ എൻ്റെ ഒരു സുഹൃത്തുണ്ട്, മനോഹരൻ എന്ന് പറയും, എന്റെ തൊട്ടടുത്ത് 3-4 കിലോമീറ്റർ പെയിന്റർ ആയിരുന്നു. അദ്ദേഹം ക്യാൻസർ വന്ന് മരണപ്പെട്ടിട്ടേ ഉള്ളൂ. അപ്പോൾ അത് ഞാൻ അന്ന് വീട്ടിലെത്തി. അന്നേരം ഞാൻ പറഞ്ഞു മോന്റെ അടുത്ത്, ഇനി വർക്ക്ഷോപ്പില് ഞാൻ പണിയെടുക്കുന്നില്ല, കാരണം നീ ഇത് മുന്നോട്ട് കൊണ്ടുപോവുക, ഞാൻ ഇനി ബിസിനസ് ആണ് ചെയ്യുന്നത് എന്ന് പറഞ്ഞ് താക്കോല് കൊടുത്തു. പക്ഷെ ആ താക്കോല് ഞാൻ പിന്നെ തിരിച്ചു വാങ്ങിയിട്ടില്ല. അന്ന് മുതൽ അവനാണ് ആ വർക്ക്ഷോപ്പൊക്കെ നോക്കി നടത്തുന്നത്. അവൾ കുറെ മെഷീനറി ഒക്കെ ഉണ്ടായിരുന്നു, കുറെയൊക്കെ അവനെടുത്ത് കൊടുത്തു. അവൻ പഞ്ചറും ഓയിൽ ചേഞ്ച് ചെറിയ പണികളൊക്കെ ആയിട്ട് അവൻ മുന്നോട്ട് പോവുകയാണ്. പക്ഷെ ഞാൻ RTP പ്രോഗ്രാം കേട്ട് വന്നു. അന്ന് കുറച്ചധികം പ്രൊഡക്റ്റുകൾ ഞാൻ എടുക്കാൻ തയ്യാറായി എന്റെ ടീമിന് വേണ്ടിയിട്ട്. കാരണം വെച്ചാൽ ഞാൻ ചെറിയൊരു കാര്യമല്ല ചെയ്തത്. കാരണം വെച്ചാൽ ഒരു ലോണും കൂടെ എടുത്തിട്ട് നമ്മൾ കടയുടെ ലൈസൻസ് വെച്ചിട്ട് ഒരു ലോണും കൂടെ എടുത്തിട്ട് നമ്മൾ കുറച്ച് കണ്ടമാനം പ്രൊഡക്റ്റ് കൊണ്ടുവന്നു, ടീമിനെല്ലാം കൊടുക്കാൻ തുടങ്ങി. അങ്ങനെ എൻ്റെ അടുത്ത് നിന്നാണ് പ്രൊഡക്റ്റുകൾ കളക്ട് ചെയ്തു പോകുന്നത്.
ഞാൻ ആഴ്ചയിൽ ഒരു ദിവസം എല്ലാവരുടെ അടുത്തും കളക്ഷൻ മേടിക്കും. അതേപോലെ തന്നെ ഓർഡർ ഫോം എല്ലാം എഴുതിക്കൊണ്ട് സാധനങ്ങൾ എടുക്കാൻ പോകും. സാധനങ്ങൾ എടുത്ത് വന്നിട്ട് അന്ന് കോണിക്കുപ്പയൊക്കെ വരാൻ തുടങ്ങി, കണ്ണൂർ ഷോപ്പാകാൻ തുടങ്ങി. അപ്പോൾ സാധനങ്ങൾ എടുത്തു വന്ന് പിറ്റേ ദിവസം ഇത് കൊണ്ടു കൊടുക്കലാണ് പണി വാഹനത്തില്. അപ്പോൾ ആദ്യം ഒരു വെള്ളിമൂങ്ങയായിരുന്നു ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ രാജേഷ് സാർ വണ്ടിയിലാണ് മൈസൂർ മുമ്പ് പോവുക. അങ്ങനെ ടാക്സി ഒരു വെള്ളിമൂങ്ങ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അന്നേരം ടീം കോർഡിനേറ്റർ റാങ്കിൽ എത്തിയപ്പോൾ എന്റെ ഗ്രേറ്റ് ലീഡർ MS പ്രസാദ് സാറ് പറഞ്ഞു, സാറ് ഒരു വാഹനം എടുക്കുന്നുണ്ടെങ്കിൽ ഞാൻ റോഷനയോട് വിളിച്ചു പറഞ്ഞിട്ടുണ്ട് കോഴിക്കോട് മറീന മോട്ടോഴ്സിൽ, സാർ അങ്ങോട്ട് പോയിക്കോ, നമുക്ക് ടേക്ക് ഓഫ് എന്ന് പറഞ്ഞ ഒരു പ്രോഗ്രാം കണ്ണൂര് വെച്ച് നടക്കുകയാണ്, അതിലൊരു കാർ അച്ചീവറൊക്കെ ആകുക. അപ്പോൾ ആ വാഹനം എടുക്കാൻ അങ്ങോട്ട് പോയി, ഞാൻ പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ നേരെ ഇത് വാഹനം കാണാൻ വേണ്ടി പോയി. അവിടെ മറീനെ ചെന്നപ്പോൾ കുറെ വാഹനങ്ങളൊക്കെ നോക്കി, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്ന്. അപ്പോൾ ടാറ്റ നെക്സോൺ എന്നൊരു വാഹനമുണ്ട്. അപ്പോൾ അത് നോക്കി, അത് ഇഷ്ടപ്പെട്ടു. അന്നേരം തന്നെ അവിടെ ബുക്ക് ചെയ്തു. അങ്ങനെ ആ വാഹനം എടുത്തു വന്നു. അതിലായിരുന്നു പിന്നെ യാത്ര. ആ വാഹനം ഓടിച്ച് മുന്നോട്ട് പോയപ്പോൾ പ്രോഗ്രാം ഒക്കെ അറ്റൻഡ് ചെയ്തപ്പോൾ പതുക്കെ ഓരോ ഗോളുകൾ സെറ്റ് ചെയ്യണം എന്നുള്ള തിരിച്ചറിവ് കിട്ടി. അങ്ങനെ ഒരു ലാപ്ടോപ്പ് സ്വന്തമായിട്ട് വാങ്ങി. അതേപോലെ തന്നെ പിന്നെ ചെറിയ പ്രോഗ്രാമുകൾക്ക് വേണ്ടി ഒരു പ്രൊജക്ടർ വാങ്ങി. അങ്ങനെ ചെറിയൊരു ബോക്സ്, മൈക്ക് സെറ്റ് ഉള്ള ഒരു ബോക്സ് വാങ്ങി. അങ്ങനെ മുന്നോട്ട് പോയി. അത് കഴിഞ്ഞപ്പോൾ ഒരു ഐഫോൺ വാങ്ങി. നമ്മുടെ കമ്പനിയുടെ വലിയൊരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. അതിൽ നമ്മുടെ സനിൽ മാത്യു സാർ പറഞ്ഞു, നമ്മളൊരു ലീഡർ ആയിരിക്കുമ്പോൾ നമ്മുടെ കയ്യിൽ നല്ലൊരു ഐഫോൺ വേണം. അത് ലീഡേഴ്സ് മീറ്റിംഗ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ ഒരു ഐഫോണൊക്കെ വാങ്ങി. 89,000 രൂപയുടെ ഒരു ഐഫോൺ വാങ്ങി. ആ ഫോണിലാണ് ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ മുന്നോട്ട് പോയി. ടീമുകൾ വരാൻ തുടങ്ങി. അതിനിടയ്ക്ക് വൈഫും ഞാനും, വൈഫ് എന്നെ ഈ RTP പ്രോഗ്രാം ഒക്കെ അറ്റൻഡ് ചെയ്ത് വന്ന് ഞാൻ വർക്ക് ചെയ്യാൻ തുടങ്ങിയപ്പോൾ വൈഫ് പറഞ്ഞു, നമുക്ക് വർക്ക്ഷോപ്പ് പണി എടുത്തുകൊണ്ട് തന്നെ മുന്നോട്ട് പോകാം, പ്രൊഡക്റ്റ് വാങ്ങി ഉപയോഗിക്കാന്ന്. അപ്പോൾ ഞാൻ എന്താക്കി, വൈഫിനെ ഒരു RTP പ്രോഗ്രാമിന് നിർബന്ധിച്ച് വിട്ടു. കുമരകത്തായിരുന്നു. അവിടെ പോയി RTP അറ്റൻഡ് ചെയ്ത് വന്നപ്പോൾ വൈഫ് പറഞ്ഞു, എനിക്കും വരുമാനം വേണം, എനിക്കും ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണം എന്ന് പറഞ്ഞു. അപ്പോൾ വൈഫിന്റെ കുടുംബശ്രീ ഉണ്ട്, സംഘത്തിലുള്ള കുറെ പേരോട് വൈഫ് ആദ്യം പറയുന്നുണ്ടായിരുന്നു. അന്നേരം അവരൊന്നും സമ്മതിക്കില്ല, ഈ ഒരു പല കുറ്റങ്ങളും കാര്യങ്ങളൊക്കെ പറയുന്നത്. അപ്പോൾ അതിൽ ഒരു വ്യക്തിയുണ്ട്, നമ്മുടെ രജനി മാഡം, ഇന്നിപ്പോ RTC റാങ്കിലേക്ക് എത്താൻ പോകുന്നു, എന്റെ കൂടെ ജോയിൻ ചെയ്താണ്. അപ്പോൾ അവരിവിടെ വീട്ടിൽ വന്നു. അപ്പോൾ ഇവിടെ ചാമ്പിത്തേലും ഉണ്ടായിരുന്നു. അവർക്ക് മുട്ടിനൊക്കെ ഭയങ്കര വേദന ഉണ്ടായിരുന്നു. അപ്പോൾ ആ ചാമ്പിത്തേലം പുരട്ടി അവര് കണക്കും കാര്യങ്ങളൊക്കെ എഴുതി പോകുമ്പോഴേക്ക് അവർക്ക് ആ മുട്ടിന് വേദന മാറി. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അവർ പോയി. പിന്നെയും ഞങ്ങൾ വിളിച്ചു പറഞ്ഞു. അങ്ങനെ എന്താക്കി, പിന്നെ ഒരു ദിവസം വന്നപ്പോൾ ഒരു 95 ഫ്രീ ആയിട്ട് കൊടുത്തു വിട്ടു, പൈസ പിന്നെ തന്നാൽ മതി എന്ന് പറഞ്ഞ്. ആ പ്രൊഡക്റ്റ് അവർ ഉപയോഗിച്ചു. അവർക്ക് ശാരീരികമായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു. വീട്ടിലെ പണികളൊന്നും ചെയ്യാൻ പറ്റില്ല, ഹസ്ബൻഡാണ് ജോലികളൊക്കെ ചെയ്യുന്നത്. അതുപോലെ എപ്പോ വരുമ്പോഴും സെറ്ററൊക്കെ ഇട്ട് സ്കാപ്പൊക്കെ കെട്ടി അങ്ങനെയാണ് നടക്കുക. അപ്പൊ അത് ഉപയോഗിച്ച മാറ്റങ്ങൾ കിട്ടിയപ്പോൾ അവർ വന്ന് ഒരു 15,000 രൂപയുടെ പ്രൊഡക്റ്റാണ് ആദ്യം എടുക്കുന്നത്. അങ്ങനെ വൈഫിനും വരുമാനം കിട്ടി. വൈഫ് പെട്ടെന്ന് എന്റെ അതേ റാങ്കിലേക്ക് എത്തി, DTS റാങ്കിലെത്തി. DTS റാങ്കിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്കറിയാം, കോവിഡ് 2020 സെപ്റ്റംബർ 14 കോവിഡ് നല്ല രീതിയിൽ വരുന്നു. അന്ന് നമ്മൾ ലാസ്റ്റ് ആണ് വാക്സിൻ ഒക്കെ എടുക്കാൻ പോയത്. അങ്ങനെ നിർബന്ധിച്ച് രണ്ടാമത്തെ വാക്സിൻ എടുത്തു. അന്ന് ഞാനും ലീവാക്കി വാക്സിൻ എടുത്തു. അന്നേരം ഉച്ച കഴിഞ്ഞിട്ട് ഞാൻ വാക്സിൻ എടുത്ത് വന്നപാട് വിളിക്കുന്നു, നടവയിൽ ഒരു വർക്ക് ഉണ്ടെന്ന് പറയുന്നത് എന്റെ അമ്മാവന്റെ മോനാണ്. അപ്പൊ ഞാൻ വാഹനം എടുത്തിട്ട് ഒരു 4 മണി ആയപ്പോഴേക്ക് നടവയിലേക്ക് പോയി. അന്നേരം ഒരു 7 മണിയായപ്പോൾ പെട്ടെന്ന് വീട്ടിൽ നിന്ന് കോള് വന്നു. അന്നേരം വൈഫ് വിളിക്കുന്നുണ്ട്. വൈഫ് പറഞ്ഞു, അങ്ങനെ സുരേട്ടാ, അങ്ങനെ ഭയങ്കര ചുമയാണ്, ചുമ നിൽക്കുന്നില്ല എന്ന്. അപ്പോൾ ഞാൻ മോനുണ്ട് ഇവിടെ പണിയെടുക്കുന്നുണ്ട് വർഷാവില്. അന്നേരം അവനോട് പറഞ്ഞു, അന്നേരം അവിടെ വാഹനം ഇല്ല. എന്റെ വെള്ളിമൂങ്ങ ഞാൻ കൊടുക്കുകയും ചെയ്തു. നെക്സോൺ എടുത്തതിന് ശേഷം വെള്ളിമൂങ്ങ കൊടുക്കുകയും ചെയ്തു. അപ്പോൾ പെട്ടെന്ന് അടുത്തുള്ള ജീപ്പും കൂട്ടി അടുത്ത ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അവിടുന്ന് എന്നോട് പറഞ്ഞു, പിന്നെ ഇവിടുന്ന് ഞങ്ങള് ലിയോയിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. അന്നേരം ഞാൻ അവിടെ വെയിറ്റ് ചെയ്തു പനമരത്ത്. അപ്പോൾ അവിടുന്ന് കാണുന്നില്ല.
സീരിയസ് ആണെന്ന് എനിക്ക് അത്ര മനസ്സിലായില്ല, എന്നോട് ആരും പറഞ്ഞില്ല. അത് കഴിഞ്ഞ് പറഞ്ഞു മാനന്തവാടി വിൻസെന്റേരിക്ക വരണ്ടേന്ന് പറഞ്ഞു. അന്നേരം ഞാൻ അവിടെ എത്തുമ്പോൾ അവിടുന്നാണ് ഞാൻ അറിയുന്നത് വൈഫിനെ മരണപ്പെട്ടിട്ടാണ് അങ്ങോട്ട് കൊണ്ടുവരുന്നത്. കാരണം പിന്നെ മോളുണ്ടായിരുന്നു, മോനുണ്ടായിരുന്നു കൂടെ. അപ്പോൾ അവിടെ കൊണ്ടുപോയി. അന്ന് ഡോക്ടർ വന്നില്ല, ഡോക്ടർ ക്വാർട്ടേഴ്സിലായിരുന്നു. കോവിഡിന്റെ ആ ഇതായതുകൊണ്ട് ചുമയുള്ളതുകൊണ്ട് ഡോക്ടർ വിചാരിച്ചു കോവിഡ് വന്നതെന്ന് വിചാരിച്ചു. അന്നേരം പറഞ്ഞു ഓക്സിജൻ കൊടുത്തോളാൻ പറഞ്ഞു. അപ്പോൾ ഓക്സിജൻ കൊടുക്കുന്നത് ബെഡിൽ കിടത്തിയിട്ടാണ്. അന്നേരം മൂക്കിൽ തന്നെയാണ് പൈപ്പ് ഇട്ടിട്ടാണ്. നമ്മൾ സാധാരണ മാസ്ക് ആണ് വരിക, ഇത് പൈപ്പ് ആണെന്നാണ് മോള് പറഞ്ഞത്. അന്നേരം അത് ചാടിപ്പോട്ട് അമ്മ തന്നെ പിടിച്ചിങ്ങനെ വെക്കുന്നുണ്ട്. പക്ഷെ അവര് സ്റ്റാഫ് നേഴ്സാണുള്ളത്, അവര് തുറന്നു. ഇത് ഓക്സിജൻ തുറന്നപ്പോൾ അത് കൂടുതലായി പോയാൻ തോന്നും. പെട്ടെന്ന് വയറ് വീർത്തു, കണ്ണെല്ലാം മിഴിച്ച്, ശരീരം കറുത്ത്, വായിക്കൂടൊക്കെ നൊരയൊക്കെ വന്നു. അന്നേരത്തേക്ക് പറഞ്ഞു 3/4 മണിക്കൂറിനുള്ളിൽ അടുത്ത ഹോസ്പിറ്റലിൽ എത്തിക്കണം എന്ന് പറഞ്ഞു. ഡോക്ടർ ഓടി വന്നു. അപ്പോൾ ആംബുലൻസ് ഉണ്ട്, ആംബുലൻസ് ഡ്രൈവർ ഇല്ല, ഇവര് ജീപ്പിൽ കൊണ്ടുപോകാൻ സമ്മതിക്കില്ല. അപ്പൊ മോനെ പിടിച്ചു മാറ്റി നിർത്തി ഇവര്. പക്ഷെ അവിടുന്ന് തന്നെ മരണപ്പെട്ടിട്ടാണ്. ഡ്രൈവർ വരുമ്പോഴേക്ക് ആള് മരണപ്പെട്ടു. ഡ്രൈവർ എവിടെയോ പോയതായിരുന്നു. അപ്പോൾ അങ്ങനെ മാനന്തവാടി വെച്ച് ഞാൻ കാണുന്നു. അങ്ങനെ വലിയ ബുദ്ധിമുട്ടിലേക്ക് പോയി. അങ്ങനെ വീട്ടിൽ വന്നു. പല ബുദ്ധിമുട്ടും പ്രശ്നങ്ങളും എല്ലാം ആയി. എല്ലാവരും പറഞ്ഞു പിന്നെ ഇത് ബിസിനസ് ചെയ്യണ്ട, അങ്ങനെ എങ്ങനെയാന്ന് കുറെ പ്രശ്നങ്ങൾ പറഞ്ഞു. അപ്പോൾ എന്നെ ടീം ഇങ്ങനെ വിളിക്കുന്നുണ്ടായിരുന്നു. ടീം എന്നെ ഇങ്ങനെ വിളിച്ച് എന്നെ ഒരു ടൈം പോലും എനിക്ക് ഒരു ഇത് തരില്ല. അവർ വിളിച്ച് പല കാര്യങ്ങളും സംസാരിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ വൈഫിന്റെ ചടങ്ങ് ഒരു ബുധനാഴ്ചയാണ് ചടങ്ങ്. 16-ാം തീയതി ചടങ്ങ് നടക്കുമ്പോൾ എന്റെ അക്കൗണ്ടിലേക്ക് വരികയാണ് ഒരു 15,300 വൈഫിന്റെ ഐഡിയിൽ അക്കൗണ്ടിലേക്ക് വരികയാണ്. അപ്പോൾ അത് വലിയൊരു അനുഭവമായിട്ട് നമുക്ക് തോന്നി. അന്നേരം ടീം വിളിച്ചു പറഞ്ഞു ഞങ്ങൾക്ക് ലീഡർ ഇല്ല, എന്തായാലും പെട്ടെന്ന് തന്നെ ഇറങ്ങണം. അങ്ങനെ 16 കഴിഞ്ഞ് ഞാൻ വീണ്ടും ഫീൽഡിലേക്ക് ഇറങ്ങി. അന്ന് മുതൽ ശക്തമായിട്ട് ഇവിടുന്ന് വീട്ടിൽ നിന്നൊക്കെ മാറി നിന്ന്, വീട്ടിൽ നിൽക്കാൻ തന്നെ ഇതില്ലായിരുന്നു. അങ്ങനെ വീട്ടിൽ നിന്ന് മാറി നിന്നിട്ടൊക്കെ ഞാൻ പ്രവർത്തിക്കാൻ തുടങ്ങി. വീട്ടിൽ പിന്നെ വൈഫിന്റെ അമ്മയൊക്കെ വന്ന് നിന്ന്, അങ്ങനെ ഞാൻ പിന്നെ തൃക്കേപ്പറ്റ എന്ന് പറയുന്ന സ്ഥലത്ത് അവിടെയൊക്കെ പോയി നിന്ന്, അവിടെ അവര് എന്റെ ടീമാണ്, അവിടെ നിന്ന് വർക്ക് എടുക്കാൻ തുടങ്ങി. അങ്ങനെ ശക്തമായിട്ട് ഓടി കോവിഡിന്റെ സമയത്തൊക്കെ. അങ്ങനെ വൈഫിന്റെ നോമിനിലാണ് ഇന്ന് റീജിയണൽ ടീം കോർഡിനേറ്റർ, നാഷണൽ ടീം കോർഡിനേറ്റർ അടുത്തുകൊണ്ടിരിക്കുന്നു, ആ റാങ്കിൽ വർക്ക് ചെയ്യുന്നത്. അങ്ങനെ വൈഫിന്റെ ആഗ്രഹമായിരുന്നു 2,10,000 മേടിച്ചെടുക്കണം, നമ്മുടെ RTV പ്രോഗ്രാം എല്ലാം അറ്റൻഡ് ചെയ്തിട്ട്. അങ്ങനെ തൊണ്ടർനാട് പഞ്ചായത്തിലെ ആദ്യത്തെ നോമിനി ബെസറ്റില് സീലിംഗ് അച്ചൂറായിട്ട് വൈഫിന്റെ ഐഡിയയിൽ ഞാൻ സീലിംഗ് അച്ചൂറായി. ശക്തമായിട്ട് തന്നെ ടീമിനോടൊപ്പം പ്രവർത്തിച്ച് ഇന്നിപ്പോ അറിയാം ഒരു 69ഓളം ലീഡേഴ്സ് എന്നോടൊപ്പം ഉണ്ട്, ശക്തമായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. ഈ ഒരു ആദ്യത്തെ വാഹനം ഒരു 2,22,000 കിലോമീറ്റർ ഓടിക്കഴിഞ്ഞു. നെക്സോൺ എന്ന് പറഞ്ഞ വാഹനം 2,22,000 കിലോമീറ്റർ ഓടി, അതിന്റെ അടവ് തീർന്നു. അപ്പോൾ പുതിയൊരു വാഹനം ബുക്ക് ചെയ്തു. ടയോട്ടയുടെ ഹൈറൈഡർ എന്ന വാഹനമാണ്, ഹൈബ്രിഡ് വാഹനമാണ്. അതിപ്പോ നമ്പർ കിട്ടിയിട്ടില്ല, പുതിയ വാഹനം എടുത്തതാണ്, ഈ വർഷം എടുത്തതാണ്. അപ്പോൾ ഇന്ന് അതിന്റെ നമ്പർ പ്ലേറ്റ് വന്നിട്ടുണ്ടെന്ന് അറിഞ്ഞു. അപ്പോൾ ആദ്യത്തെ വാഹനത്തിന്റെ എന്റെ നമ്പർ KL 72C 4500 ആണ്. ഇപ്പൊ വരുന്ന വാഹനത്തിന്റെ നമ്പർ അത്രയൊരു ഇത് മാറ്റം വന്നിട്ടുള്ളൂ. KL 72F 0045 0 അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയിട്ട് ആ ഒരു വാഹനം സ്വന്തമാക്കാൻ സാധിച്ചു. അതേപോലെ തന്നെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചെയ്യാൻ സാധിച്ചു. കുടുംബത്തിലൊക്കെ ആദ്യം കാര്യമായിട്ടൊന്നും പോകാൻ പറ്റില്ലെങ്കിൽ ഇന്നിപ്പം എല്ലാവർക്കും വലിയൊരു ആവേശമാണ്. പലരും പറഞ്ഞു ലീഡേഴ്സിനെ പൈസ കിട്ടുകയുള്ളൂ. ലീഡേഴ്സ് അവർക്കൊക്കെ സംസാരിക്കാൻ കഴിവുണ്ട്, വിദ്യാഭ്യാസമുണ്ട്, പല രീതിയിലും അവർക്ക് അതിന് സാധിക്കും. നിന്നെ കൊണ്ട് സാധിക്കില്ല എന്ന് പറഞ്ഞു കൊടുത്ത് ഇന്നിപ്പോ എല്ലാവരും പറയുന്നത് നിനക്ക് നല്ലപോലെ സംസാരിക്കാൻ അറിയാം, നിനക്ക് അതിനുള്ള കഴിവുണ്ട്. അങ്ങനെ നമ്മൾ ആദ്യം പറഞ്ഞു ലീഡേഴ്സിനെ പൈസ കിട്ടുള്ളൂ, ഇപ്പൊ പറയാം എനിക്ക് കിട്ടുമെന്ന്. അപ്പൊ നമുക്കറിയാം ഒരു മാസം 3,40,000 രൂപ വരെ വൈഫിന്റെ നോമിനിയിൽ എന്റെ അക്കൗണ്ടിൽ വന്നിട്ടുണ്ട്. അത് ആ 2022 ന്യൂ ഇയർ ആ ഒരു മാസം 2022. പക്ഷെ ഈ കഴിഞ്ഞ മാസവും 86,000 രൂപ വരുമാനമുണ്ട്. അപ്പോൾ നമുക്കറിയാം ജൂൺ മാസമാണ്, മഴക്കാലമാണ്, പല സ്ഥലത്തും മരങ്ങൾ വീഴുന്നു, അതേപോലെ തന്നെ വെള്ളക്കെട്ടുകൾ. അങ്ങനെയുള്ള സമയത്തും നമുക്ക് ഈ ഒരു വരുമാനം ലഭിക്കണമെങ്കിൽ ഈ ബിസിനസ് എത്രത്തോളം നമ്മൾ ഏറ്റെടുത്ത് ചെയ്യണം എന്നാണ്
നമുക്ക് പറയാനുള്ളത്. ഇന്ന് എന്നെ സംബന്ധിച്ച് നല്ലൊരു ആരോഗ്യമുണ്ട്. അതേപോലെ തന്നെ നമുക്ക് അത്യാവശ്യം തെറ്റില്ലാത്ത വരുമാനങ്ങളുമുണ്ട്. പക്ഷെ നമുക്ക് ഈ ബിസിനസ്സിൽ ആദ്യം തുടക്കകാലത്ത് ചെറിയ ചെറിയ വരുമാനങ്ങളാണെങ്കിലും ചെറിയ ചെറിയ ഇൻവെസ്റ്റ് വന്നിട്ടുണ്ടെങ്കിലും നമ്മൾ ഈ ബിസിനസ് ശക്തമായിട്ട് ഏറ്റെടുത്ത് ചെയ്യണം എന്നാണ് എനിക്ക് പറയാനുള്ളത്.